ഹലോ ഫ്രണ്ട്സ്, സേഫ് ഡ്രൈവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൈക്കുകളിൽ എങ്ങനെയാണ് മൈലേജ് കൂട്ടാൻ സാധിക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ നിങ്ങളുടെ മൈലേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഓക്കെ, അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓയിൽ ചേഞ്ചാണ്. അതായത് കറക്റ്റ് പീരീഡിൽ തന്നെ കമ്പനി നിർദ്ദേശിക്കുന്ന കറക്റ്റ് പീരീഡിൽ തന്നെ നിങ്ങളുടെ വാഹനങ്ങളുടെ എഞ്ചിൻ ഓയിൽ നിങ്ങൾ മാറ്റേണ്ടതാണ്. അത് കറക്റ്റ് ഗ്രേഡ്, കമ്പനി പറയുന്ന അതേ ഗ്രേഡ് തന്നെ നിങ്ങൾ പുതിയത് ഒഴിക്കുകയും വേണം. കാരണം നമ്മൾ ഓയിൽ മാറാതെ വാഹനം ഓടിച്ചാലും അതുപോലെ തന്നെ കറക്റ്റ് ഗ്രേഡിലുള്ള ഓയിലല്ല നിങ്ങളുടെ എഞ്ചിനിൽ ഉപയോഗിക്കുന്നതായിരുന്നാലും നിങ്ങളുടെ മൈലേജിൻ്റെ, നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കുകയും മൈലേജ് കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സർവീസ് സെൻറ്ററിൽ പോയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങളുടെ എഞ്ചിൻ ഓയിൽ മാറുക. എഞ്ചിൻ ഓയിൽ മാറുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് പറയുക. ഓക്കെ, എയർ ഫിൽറ്റർ ഏതെങ്കിലും രീതിയിൽ ബ്ലോക്കായിരുന്നാലും ശരി നിങ്ങളുടെ മൈലേജിനെ അത് വളരെയേറെ ബാധിക്കും. ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലീൻ ചെയ്തിടുക, അല്ലെങ്കിൽ മാറ്റേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റുക. എയർ ഫിൽറ്റർ ബ്ലോക്കായിരുന്നാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയാനുള്ളത്, നിങ്ങൾ ടെക്നീഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും മൈലേജിന് വളരെയേറെ നേരത്തേനേക്കാട്ടി വളരെയേറെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കാർബറേറ്റർ കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്തെങ്കിലും കൊടുക്കുക. കാർബറേറ്ററിൻ്റെ ട്യൂണിങ്ങിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൈലേജിന് നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വർക്ക്ഷോപ്പിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ എഞ്ചിൻ ഓയിൽ നിങ്ങൾ മാറുക, എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക, കാർബറേറ്റർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ട്യൂണിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറയുക. അപ്പോൾ ഇത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി വിട്ടുപോയി, നിങ്ങളുടെ ബൈക്കിലെ സ്പാർക്ക് പ്ലഗ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ ടെക്നീഷ്യൻ്റെ അടുത്ത് പറയുക. കാരണം സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആയിരുന്നാലോ അതുപോലെ തന്നെ പ്ലഗിൽ കരിയൊക്കെ കയറി ഡാമേജ് ആയിരുന്നാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജിനെ അത് വളരെയേറെ ബാധിക്കും. അതുകൂടി ചെക്ക് ചെയ്യാൻ പറയുക. ഇനി രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മൾ വർക്ക്ഷോപ്പിൽ പോകുമ്പോഴുള്ള കാര്യമാണ്. ഇനി രണ്ടാമതൊക്കെ പറയാൻ പോകുന്നത് നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ബൈക്കിൻ്റെ എയർ പ്രഷർ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള എയർ പ്രഷറാണോ, കമ്പനി പറഞ്ഞിരിക്കുന്ന അതേ ലെവലിലുള്ള എയർ പ്രഷറാണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുക. മാസത്തിൽ ഒരിക്കലെങ്കിലും എയർ പ്രഷർ ചെക്ക് ചെയ്യുക. എയർ പ്രഷർ നല്ല രീതിയിൽ കുറഞ്ഞിരുന്നാലും മൈലേജിനെ അത് ബാധിക്കും. അതുകൊണ്ട് എയർ പ്രഷർ പ്രോപ്പറാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, സഡൻ ആക്സിലേറ്ററും സഡൻ ബ്രേക്കിങ്ങും മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് നമ്മൾ വണ്ടി എടുത്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി പെട്ടെന്ന് നമ്മൾ റേസ് ചെയ്ത് പെട്ടെന്ന് പോകുന്നത് മൈലേജിനെ ബാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും നിർത്താനുണ്ടെങ്കിൽ അവിടെ വച്ച് തന്നെ നമ്മൾ ചവിട്ടി സഡനായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നതും മൈലേജിനെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് സഡൻ ആക്സിലേറ്ററും സഡൻ ബ്രേക്കിങ്ങും ഒഴിവാക്കുക. ഇനി അടുത്തതായി പറയാനുള്ളത് RPM കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴും വാഹനം എടുക്കുന്ന സമയത്ത് ലോ RPM തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അതായത് വാഹനം ഓടിക്കുമ്പോഴും വാഹനം നിർത്തിയിട്ടിരിക്കുന്ന വാഹനം എടുക്കുമ്പോഴും മാക്സിമം ഇത്രത്തോളം കുറച്ച് RPM യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ബൈക്ക് എത്രത്തോളം കുറഞ്ഞ RPM യൂസ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം മൈലേജ് കൂട്ടുമെന്നതാണ്. ഫസ്റ്റ് ഗിയറിലിട്ട് നമ്മൾ പെട്ടെന്ന് റേസ് ചെയ്ത് വളരെ സ്പീഡിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഫസ്റ്റ് ഗിയർ ഇട്ട് വളരെ കുറച്ച് RPM മൂവ് ചെയ്യുക. അതിന് സെക്കൻഡ് ഗിയർ ഇട്ട് RPM തന്നെ കൺട്രോൾ ചെയ്ത് പോകാം. അതാണ് ഏറ്റവും ബെറ്റർ. നല്ല RPM എപ്പം കൊടുക്കുന്നു അപ്പോഴൊക്കെ നമ്മുടെ മൈലേജിനെ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ലോ RPM തന്നെ, കുറഞ്ഞ RPM നിങ്ങൾ ബൈക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ബെറ്ററാണ്. നല്ലൊരു മൈലേജ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോ ഗിയറിൽ ഓടാതെ ഏറ്റവും ഹൈ ഗിയറിൽ തന്നെ ഓടാൻ ശ്രമിക്കുക. ലോ ഗിയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗിയറിൽ തന്നെ എപ്പോഴും ഉപയോഗിക്കാതെ നമുക്ക് അതേ സ്പീഡ് മെയിൻ്റെനൻസ് ചെയ്ത് നമുക്കൊരു 4 ഗിയറേ ഉള്ളൂവെങ്കിൽ 4ാമത്തെ ഗിയറിൽ തന്നെ മാക്സിമം ഓടാൻ ശ്രമിക്കുക. 5ാമത്തെ ഗിയറേ ഉണ്ടെങ്കിൽ 5ാമത്തെ ഗിയറിൽ തന്നെ ഓടാൻ ശ്രമിക്കുക. അപ്പോൾ നിർത്താറാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വളരെ സ്ലോ ആയിരിക്കുമ്പോഴും ഈ ഒരു ഗിയറിൽ ഓടാനല്ല പറയുന്നത്. എത്രത്തോളം മാക്സിമം ഹൈ ഗിയറിൽ ഓടാൻ സാധിക്കുന്നുവോ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മൈലേജിനെ സംബന്ധിച്ച്. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ബൈക്കിൻ്റെ സ്പീഡ് ഏകദേശം ഒരു 40-നും 60-നും ഇടയ്ക്ക് മാത്രം ഓട്ടിക്കാൻ ശ്രമിക്കുക. 40-നോട്ട് താഴോട്ട് പോയാലും അല്ലെങ്കിൽ 60-ന് മുകളിലോട്ട് പോയാലും അത് മൈലേജിനെ ബാധിക്കും. അതുകൊണ്ട് ഈ 40 മുതൽ 60 കിലോമീറ്റർ സ്പീഡിൽ തന്നെ ഓടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ബെറ്റർ മൈലേജ് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ അടിക്കുന്ന പെട്രോൾ നല്ല ഹൈ ക്വാളിറ്റിയുള്ള പെട്രോൾ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ചിലപ്പോഴൊക്കെ പെട്രോളിൽ ഉണ്ടാകുന്ന മായം, ചില പമ്പുകളിലൊക്കെ ചില പെട്രോളുകളിലൊക്കെ ചില മായങ്ങളുണ്ടാകും, ചില പ്രശ്നങ്ങളുണ്ടാകും. അത് നിങ്ങളുടെ വാഹനത്തിൻ്റെ
പിക്കപ്പിനെയും പുള്ളിങ്ങിനെയും മൈലേജിനെയും അതുപോലെ തന്നെ എൻജിൻ തന്നെ കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ഇന്ധനം തന്നെയാണ് നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് എന്നതോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ നിങ്ങളുടെ ബൈക്കിൻ്റെ മൈലേജിന് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.